ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. കറുപ്പ് സിനിമ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല എന്ന് നമുക്കറിയാം, പക്ഷെ ഞങ്ങൾ കണ്ടു. അടിപൊളി സിനിമ. കറുപ്പനെ കണ്ടിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങള്. അതെ, എന്താ അഭിനയം മോനെ, ഒരു രക്ഷയില്ല. സൂര്യ ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും കംബാക്ക് അടിച്ചു, അല്ല ഗോ ബാക്ക് അടിച്ചു. കംബാക്ക് പ്രതീക്ഷയോടെ ഗോ ബാക്ക്. എന്താണെങ്കിലും നമ്മളോട് പറഞ്ഞു ഗോ ബാക്ക് എന്താണെങ്കിലും ഭയങ്കര പ്രതീക്ഷയില്. അതായത് ഇന്ന് 9 മണിക്ക് ഷോ ഉണ്ട്. മീൻസ് നമുക്കിവിടെ 10:30 ഞങ്ങൾ എന്തായാലും 10:30 ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റീഫണ്ട് കിട്ടിയോ? ഇതുവരെ കേറിയിട്ടില്ല, കേറിക്കോളും. എന്താണെങ്കിലും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് ഭയങ്കരമായിട്ട് ഇരിക്കുകയായിരുന്നു. രാവിലെ തന്നെ ഉണ്ട് 9 മണിന്റെ ഷോ ക്യാൻസൽ ആയി എന്ന് പറഞ്ഞ ന്യൂസ് വന്നു. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചു അപ്പൊ ഇതിന്റെ ആ കാറ്റിലെന്തായാലും 10:30 ഷോയും ആടിയുലേ എന്നുള്ളത്. പിന്നെ അതും ലഞ്ഞെന്ന് മാത്രല്ല, കടമുടങ്ങി വീണ്. ആദ്യം കേട്ടിരുന്നത് ലൈസൻസിന്റെ ഒരു ഇഷ്യൂ മാത്രമാണ്. അതായത് ലൈസൻസ് കയറിയിട്ടില്ല എന്നുള്ളൊരു ഇഷ്യൂ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് വേറെ കുറെ പ്രശ്നങ്ങൾ അതിന്റെ പുറകിലുണ്ട് എന്നുള്ളത്. 50 കോടിന്റെ പ്രശ്നം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അതായത് 5 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ 100 കോടിയാവുന്നു, 150 കോടിയാവുന്നു, അങ്ങനെ പലതും കേൾക്കുന്നുണ്ട്. എന്താണെങ്കിലും ചുരുക്കി പറഞ്ഞ സിനിമ പക്ഷെ പോളിരുന്നുണ്ട്. ഇപ്പൊ വിളിക്കാം, ഇപ്പം എടുക്കേണ്ട ആളല്ല, റിവ്യൂ ചെയ്യുമ്പോഴാ പോള്. എന്താണെങ്കിലും അതും കാണാത്ത സിനിമ, അതിനും വേണം ഒരു കാണാത്ത സിനിമക്ക് റിവ്യൂ ഇടുന്നു. ആ റിവ്യൂ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നു. മറ്റേ ഇതൊക്കെ കിട്ടുന്നതായിട്ടുണ്ട് കേട്ടോ. മ്യൂസിക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ആർ ജെ ബാലാജിന്റെ സംവിധാനം. മിനിഞ്ഞാന്ന് തന്നെ നമ്മള് കേരളത്തിലെ ജനങ്ങളത് പ്രതീക്ഷിച്ചാ അല്ലേ? നമ്മളെ ഊക്കിയിട്ട് പോയിട്ട് അപ്പൊ തന്നെ കരുതിയതാ ഇതിനൊക്കെ ഇത് തന്നെ സംഭവിക്കുള്ളൂ. ഞങ്ങൾക്ക് നല്ലൊരു മുഖ്യമന്ത്രി കിട്ടി, നിങ്ങൾക്ക് നല്ലൊരു മുഖ്യമന്ത്രി കിട്ടട്ടെ എന്നൊക്കെ ആശംസിച്ചു. ഒക്കെ ശരിയാണ്. പക്ഷെ ആ കിട്ടാതെ നമ്മളിങ്ങനെ കച്ചറ ഉണ്ടാക്കണ്ടല്ലോ, അപ്പൊ അതായത് വരുന്നില്ല എന്നുള്ളതാണല്ലോ അവിടുത്തെ ഊക്ക്. അത് തന്നെ ആളുടെ സിനിമക്ക് സംഭവിച്ചു. ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞുതരാം. അതായത് സൂര്യ സിനിമകളുടെ മിക്കതിനും ഉള്ളത് തന്നെയാണ്. ഇതിനെ കുറിച്ച് കൂടുതൽ ഇതിന്റെ സമയത്ത് എല്ലാ സംഭവങ്ങളും ഓരോന്ന് പറയും. ഇന്ന ദിവസം വരും. ഏതെങ്കിലും ഒരു സാധനം കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ടോ? ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയ നാള് മുതൽ ഇങ്ങനെ തന്നെയാ. അതിന്റെ ഇടയ്ക്ക് മറ്റേ ഡയറക്ടർ തന്നെ എന്നിട്ട് പറയും ഈ കറുപ്പിനെ കുറിച്ച് സംസാരിക്കാൻ വന്നാണ്, അപ്ഡേറ്റ് ഉണ്ടെന്ന് പറയും. എന്നിട്ട് ആ അപ്ഡേറ്റിന്റെ ടൈം ആവും. ആ ടൈം ആകുമ്പോ ആള് വരും, എന്നിട്ട് പറയും ഈ സമയത്ത് അപ്ഡേറ്റ് ഒന്നുമില്ല, അതാണ് അപ്ഡേറ്റ്, അത് വേറൊരു അപ്ഡേറ്റ്. ഭയങ്കര വെറൈറ്റിയാണ്. ഇപ്പൊ റിവ്യൂ അങ്ങനെ തന്നെ. റിവ്യൂ അല്ല, സിനിമ തിയേറ്ററിൽ നിന്ന് 9 മണിക്ക് മുതൽ കളിക്കുമെന്നുള്ള ഒരു ന്യൂസ് വന്നു. അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ചു ഇന്നെങ്കിലും ഈ ഒരു സിനിമക്കെങ്കിലും നന്നാവുമെന്ന് കരുതിയിട്ടുണ്ടാവും ജനങ്ങൾ. അങ്ങനെ തിയേറ്ററിൽ ബുക്ക് ചെയ്ത് കുറച്ച് ആൾക്കാരൊക്കെ, വലിയ ഹൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സൂര്യന്റെ കംബാക്ക്. അതെ, അങ്ങനെ കുറച്ച് ആൾക്കാര് ഇതിന് പോയി അവിടുന്ന് തിരിച്ചയച്ചു. സൂര്യയുടെ കംബാക്ക് സിനിമ ഇല്ല എന്നുള്ളതാണ് അവരുടെ ഇന്നത്തെ അപ്ഡേറ്റ്. സൂര്യയുടെ കംബാക്ക്, ഓരോ 10 മിനിറ്റിലും ഗൂസ് ബംസ്, കിടിലൻ മ്യൂസിക്, അതെ, പിന്നെന്തായിരുന്നു അറിയാ, കിടിലൻ മാസ്, പിന്നെ ഭീകരമായ ട്രാൻസ്ഫോർമേഷൻ, കിടിലൻ ആക്ഷൻസ്. ഇതൊക്കെ മറ്റൊരു ദിവസം കാണാം. ഇന്ന് എപ്പോഴുണ്ടാവും പറഞ്ഞേ? ഇന്ന് 12 മണിക്ക് ശേഷം ഇതിന്റെ ഒരു തീരുമാനം അറിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എന്താണെങ്കിലും 12 മണിക്ക് ഷോ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ക്യാൻസൽ ചെയ്യാൻ തുടങ്ങി. അതും ഇതിന്റെ അപ്പുറം ഇനിയിപ്പം വരുവാണെങ്കിൽ തന്നെ ഇനിയിപ്പോ ഇന്നൊന്നും വന്നിട്ട് അവർക്ക് ഇതിന്റെ ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഒന്നും തിരിച്ചു കിട്ടും തോന്നുന്നില്ല. ഇനിയിപ്പോ ഉച്ചക്ക് തീരുമാനമായിട്ട് ഇനിയിപ്പോ 1-2 ഷോ നടന്നാൽ തന്നെ ഭയങ്കര നഷ്ടല്ലേ. അതും ആ ഒരു ഷോ നടന്നു നെഗറ്റീവും കാണാ വരുന്നെങ്കിൽ, അതെ, അന്നത്തെ ദിവസത്തെ, അതായത് ഫസ്റ്റ് ഡേ കിട്ടേണ്ടതിന് അത്രയും ഷോ എങ്കിലും കിട്ടുമല്ലോ. ഇപ്പൊ അതും കിട്ടാതെ 2 ഷോയിൽ കാര്യം തീരുമാനമാവും. അത് നല്ലതല്ല. അതുകൊണ്ട് ഇറങ്ങാൻ സാധ്യതയില്ല. വളരെ ഇതാണ് വരാൻ ചാൻസ് ഒട്ടുമില്ല. ഇനി തോന്നുന്നത് അതായത് മറ്റൊരു ഡേറ്റ് ഒക്കെ പ്രഖ്യാപിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ തീർത്ത് അതിനുശേഷമായിരിക്കും ഇത് റെഡി ആവുന്നത്. ഒരു ജസ്റ്റ് സാധാരണ ഒരു നോർമൽ ചിന്താഗതിയിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഇപ്പൊ 50 കോടിന്റെ ആണ് ഈ പ്രശ്നം. 50-100-ോ അത് കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യയില് കളി തുടങ്ങിയായിരുന്നു. സെൻസർ റിപ്പോർട്ട് കാണിച്ചു, ശേഷം ടൈറ്റിൽ കാർഡൊക്കെ കുറച്ച് ആൾക്കാർ നമുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ, നമ്മൾ എടുത്തിട്ടില്ല, അത് ഓപ്പൺ ചെയ്തിട്ടില്ല. പക്ഷെ ടൈറ്റിൽ കാർഡ് ആണ് എന്നുള്ള രീതിയിലാണ് അതിന്റെ ക്യാപ്ഷനൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ടൈറ്റിൽ കാർഡ് വരെ അവിടെ പ്ലേ ചെയ്തു.
അതിനുശേഷം നിർത്തിവെച്ചു. അപ്പൊ അത് ഭയങ്കരമായ പ്രശ്നം നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്റ്റേ ആണ്. അല്ല പറയാൻ വന്നത് ഇതാണ്, ഇപ്പൊ ഈ 50 കോടി ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ ഇവർക്ക് അത് ക്ലിയർ ആക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും നടക്കും. അത് ഇന്നലെ തന്നെ കൊടുത്തിട്ട് ഈ വിഷയത്തിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു. സംബന്ധം എനിക്ക് തോന്നുന്നു അറിയോ, ഇന്നത്തെ ഷോ കഴിഞ്ഞ് ആദ്യത്തെ ദിവസത്തെ ഒരു ഇതുണ്ടല്ലോ കളക്ഷൻ, ആ ഒരു കളക്ഷൻ വെച്ചത് ഇത് നികത്താനുള്ള കറക്റ്റ് പേരാ ഡ്രീം വാരിയേഴ്സ്. അതെ, സ്വപ്നത്തിൽ മാത്രം ഇവരുടെ ഇത് മീനായിരുന്നു, കുഴപ്പമില്ല. സ്വപ്നത്തിൽ മാത്രമാണ് ഇവരുടെ യുദ്ധം നടക്കുന്നത്. അവര് അവിടെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്, റിയാലിറ്റിയിലേക്ക് ഇറങ്ങിയൊന്നുമില്ല. ഡ്രീം വാരിയേഴ്സ് ഈ സൂര്യനെ ഇങ്ങനെ അപമാനിക്കല്ലേ, പാവുണ്ട് എല്ലായിടത്തും. എങ്ങനെ വന്നാലും അവസാനം അത് ആ തലയിലേക്ക് വന്നിരിക്കും. ഇപ്പൊ ഇതിന് 4 മണിക്ക് ഷോ ഉണ്ടാവും. 4 മണിക്ക് ഷോയ്ക്ക് ഞങ്ങള് ചെന്ന് നിന്നിട്ട് പടം തുടങ്ങുന്ന 5:45 ലൈസൻസ് കയറുന്നത്. പലയിടങ്ങളിലും അതിനുശേഷമായിട്ടുണ്ട്. എന്താ സൂര്യ ഇതിന്റെ തുടക്കത്തിൽ പറയാൻ കാരണം ഒരു സാധനം കറക്റ്റ് ടൈമിൽ വരാത്ത ഒരു അവസ്ഥ. ഇതുപോലെ ലൈസൻസ് പ്രശ്നമായിട്ട് കോടതിയിൽ സ്റ്റേ ചെയ്ത്, അതുപോലെയല്ല കാർത്തിയുടെ സിനിമ വാവാത്യാർ അതേപോലെ. എന്നിട്ട് അത് ജനുവരി 14-നോ 13-നോ അങ്ങനെ ആ ഡേറ്റിലും കണ്ട് ഇറക്കി. അതായത് ജനനായകൻ 9-ന് ഉണ്ടായിരുന്നു, അതിന്റെ 10-ാം തീയതി ആയിരുന്നു ഇത് വെച്ചിരുന്നത്. അത് അവിടുന്ന് ഇതേപോലെ ഇഷ്യൂ വന്നിട്ട് നിർത്തിയിട്ട് പിന്നെ മറ്റൊരു ദിവസമാണ് വീണ്ടും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും സംഭവിക്കാൻ. ഉറപ്പായിട്ടും ഇത് ഇവർക്ക് ഇനി ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതായത് പുതിയൊരു റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ട് അന്ന് റിലീസ് ചെയ്യാം. ഇതിലിപ്പോ സൂര്യൻ കാർത്തിക് ഇടപെട്ടു, ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇവര് ജാമ്യം നിന്ന് കാര്യങ്ങൾ റെഡിയാക്കിയതിന് ശേഷം റിലീസിനെത്തിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ന്യൂസ് വന്നു. അത് എന്തിന്റെ ആവശ്യമുള്ളത്? അതായത് സൂര്യയുടെ സിനിമ നിന്നുപോയി എന്നുള്ള ന്യൂസ് വരാതിരിക്കാനാണ് ഇവര് ആക്ടേഴ്സ് ശ്രമിക്കുക. അതിനാണ് അത് നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോ എന്തിനാണ് ഇതിന്റെ അല്ലെങ്കിൽ തന്നെ സൂര്യ ഏത് സിനിമയുടെ ഒരു 100 കോടിയുള്ള ഈ അടുത്ത് 100 കോടിന്റെ പോട്ടെ, അല്ലേ? അതായത് ഈ 100 കോടി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ജാമ്യം നിൽക്കുമ്പോ പൈസ പൈസേന്റെ പൈസ ഉണ്ടോന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് ഈ ഒരു ജാമ്യം നിൽക്കുമ്പോ അവർക്കും കൂടി ഒരു വിശ്വാസം തോന്നണ്ടായി. ഇന്നയാളുടെ സിനിമ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ 100 കോടി അടിക്കും എന്നുള്ളൊരു വിശ്വാസം വരണ്ടേ? അങ്ങനത്തെ ഒരിക്കലും കയ്യിന്ന് കാശ് കൊടുത്തിട്ട് കയ്യിന്ന് ഇടുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണം ഉണ്ടാവുള്ളൂ. അതായത് തന്റെ സിനിമക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ന്യൂസ് വരാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കും. ഏത് നടനും അങ്ങനത്തെ രീതിയിൽ വരാതിരിക്കാൻ ശ്രമിക്കുമല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ ഇന്നലെ ചെയ്തേ. അതെ, അതായത് ഇനി അത് ഫസ്റ്റ് ഷോ കഴിഞ്ഞു, അതിനുശേഷം ന്യൂൺ ഷോ അതും ക്യാൻസലായി. ഇനി അതെന്തായാലും ശ്രമിക്കൂല. അതെ, ഇനി അതിനെ ശ്രമിച്ചിട്ട് കാര്യമില്ല, ഇതായി പോകുക. കാരണം ന്യൂസ് സംഭവിച്ചു കഴിഞ്ഞു. അതായത് സൂര്യന്റെ സിനിമ റിലീസായില്ല, കോടതി തടഞ്ഞു എന്നുള്ള സാധനം വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ അതിനകത്ത് നോക്കിയിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഭയങ്കര ഹാപ്പിയായി. ഞങ്ങൾ വീട്ടിലോട്ട് പോട്ടെ. സന്തോഷം. രാവിലെ കെട്ടി ഒരുങ്ങി പോയതാ. പിന്നെ നമ്മളിത് പ്രതീക്ഷ പോയത്. അതൊരു സത്യം കേട്ടോ. ഞങ്ങള് നേരത്തെ ഈ ഒരു അറിഞ്ഞായിരുന്നു, പിന്നെ 11 മണി 11:15 ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചു പോയതാ. എന്താണെങ്കിലും അതൊന്നും നടന്നില്ല. അപ്പൊ ഇനി അടുത്ത റിലീസ് ഡേറ്റിന് നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ. ബൈ.